പൊന്നാനിയിൽ തേക്കൻ കാട്ടിലെ നായകത്വം ഊട്ടിയുറപ്പിച്ചവൻ, നാവുകൾ ജപിക്കുന്ന പഞ്ചാക്ഷരിക്ക് കാതോർത്ത് വടക്കുംനാഥന്റെ തിരുമുറ്റത്ത് കുടികൊള്ളുന്നവൻ. അതെ, താരമാകാനും പേരെടുത്ത് മടങ്ങാനും തീരെ മടിക്കാതെ പൂരനായകൻ വന്നു ചേരുന്നു. പൂരവിളംബരത്തിന്റെ തമ്പുരാൻ വന്നു. കൂടൽ പുഴയ്ക്ക് ചാർവശം ബോർഡ്, എറണാകുളം ശിവകുമാർ. ഏഴഴകിന്റെ താരങ്ങളെ എതിരേറ്റ് ശീലിച്ച തൃശൂരിന്റെ തട്ടകഭൂമിയിലേക്ക് ഇതാ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നായകൻ വരികയാണ്. നെയ്തലക്കാവ് പാടുന്ന പൊന്നു തമ്പുരാട്ടിയുമായി വന്ന് തെക്കേ ഗോപുരം തുറക്കുന്ന പൂരവിളംബരത്തിന്റെ നേരവകാശി, തീരാതാവകൻ എറണാകുളം ശിവകുമാർ. മണ്ണിൽ പ്രൗഢിയോടെ ഗജഗണങ്ങൾ അണിനിരക്കുന്ന നേരത്തേക്കിതാ നിന്റെ മാറ്റഴും തിലകമായി നിറയുന്ന സഹ്യസുന്ദരി ഗജറാണി ചെറുകോൽ മഹാലക്ഷ്മി പാർവതി. കർക്കടകൗട്ടുകൂടുവാനും ആരാധകരെ തന്റെ കരിയടകിൽ മയക്കി നിർത്തുവാനും കടന്നു വന്ന ഗജവസന്തം, തുടിച്ചു തുള്ളി ഒഴുകുന്ന പമ്പയ ഇവൻ ശക്തന്റെ നാട്ടിലെ വേറിട്ട സൗന്ദര്യം. ഗജരാജൻ നാണുവെഴുത്തച്ഛൻ ശങ്കരനാരായണൻ. നാട്ടാന മലയാളത്തിന്റെ മുടിചൂടാ മന്നനായി മാതംഗ മലയാളം ഭരിച്ച സാക്ഷാൽ നാണുവെഴുത്തച്ഛൻ ശ്രീനിവാസന്റെ പിന്മുറക്കാരൻ, നാണുവെഴുത്തച്ഛൻ ഗ്രൂപ്പിന്റെ അഭിമാന താരമായി നാന കേരളത്തിൽ വിലസുന്ന വീര്യപ്രതാപി, തിരുമാന്ധാം കുന്നിലമ്മ വലിയ തമ്പുരാട്ടിയുടെ തിരുനടയിൽ തൊഴുതു വണങ്ങി ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന താരനായകൻ, വടക്കുംനാഥന്റെ തന്റെ സാന്നിധ്യം കൊണ്ട് ചാരുത പകർന്ന വീരപ്രതാപിയായ കൊമ്പനാന, തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവത്തിന് പതിവായി പങ്കെടുത്ത് ആവേശത്തിന്റെ ഗജ പെരുമ അലങ്കാരമാക്കുന്നവൻ, കണ്ണു നിറയെ കാണുവാൻ കൊതിച്ചവരുടെ നാടു കാണാൻ കാത്തിരിക്കുന്ന കർക്കടക പുലരിയിൽ ആവോളം ആവേശം പകരുവാൻ ഇതാ പറഞ്ഞൊരാൺകുട്ടി, ഇരുമുഖ ശ്രേഷ്ഠൻ കുളമാക്കിൽ ഗണേശൻ. കൊമ്പും കുംഭയും കുലുക്കി വമ്പന്മാർ വന്നിറങ്ങുന്ന മണ്ണിൽ വമ്പിച്ചാവേശം നിറച്ചു വരികയാണവനും. ആശയും ആവേശവും ആന കേരളത്തിന് സമ്മാനിച്ച അതുല്യതയുടെ ഗജപ്രതിഭ ഗജരാജൻ മുള്ളത്തു ഗണപതി. അസാധാരണമാകുന്ന അഴകുകൊണ്ട് ആരാധകരുടെ മനം കീഴടക്കി നിൽക്കുന്ന ഒന്നാം തരം ആൺകുള, തന്റെ സൗന്ദര്യ മികവ് കാണിച്ചുകൊണ്ട് മധുരപ്പുറംകാരന്റെ വരവ്. ഗജമനസ്സുകൾ കൊതിക്കുന്ന സ്വഭാവ സവിശേഷതകളുടെ ഉടയവനായി കടന്നു വരുന്നു ഉത്സവ കേരളത്തിന്റെ മിന്നും താരം കളഭകേസരി മധുരപ്പുറം കണ്ണൻ. മലയാള മണ്ണിന്റെ മടിത്തട്ടിലേക്ക് വെള്ളിമൺ
അഭ്യർത്ഥിക്കുന്നു. വോളണ്ടിയർമാരുടെ ശ്രദ്ധയ്ക്ക് എല്ലാ ആനകൾക്കും ഭക്ഷണം കൊടുത്തു തുടങ്ങാമെന്ന് അറിയിച്ചു കൊള്ളുന്നു. ക്ഷേത്ര മേൽശാന്തി ചെറുക്കുന ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള കൊടുത്ത് ഉദ്ഘാടനം ചെയ്തു. അർജുൻ പാണ്ഡ്യൻ സാർക്ക് ഒരു നന്ദി നമ്മുടെ ഇവിടെ അറിയിക്കുന്നു. എല്ലാ ആളുകളും ഒരു മണിക്ക് നടക്കുന്നതിന് വേണ്ടി തുമ്പ് ഉയർത്തി നടക്കുന്നതിന്